ബിരിയാണിക്കോയി ആ പുള്ളി അകത്തുണ്ട്. കോഴി ബിരിയാണിക്കോയി. കോഴി ബീരാന്റെ ബാപ്പ ആരാടാ കള്ള ഹിമാറ നേരം വെളുക്കെ വീടിന്റെ ഉമ്മർത്ത് വന്നിരുന്ന് ലേലം വിളിക്കണേ? ഇത് ഞമ്മളാണ് ബ്രോക്കർ പോക്കർ. എടാ കള്ള കാഫറേ. കാഫറല്ല പോക്കർ. ആ രണ്ടും ഒന്ന് തന്നെയാണ്. അന്നെ നമ്മളൊന്ന് കാണാനിരിക്കായിരുന്നു. ഈ നമ്മുടെ പെങ്ങടെ മോക്ക് കൊണ്ടുവന്ന പിയ്യാപ്പിളിനെ കുറിച്ച് എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞത്? സൗദിയിൽ ഓന് ഉയർന്ന ഉദ്യോഗമാണ്. ഓന്റെ കീഴിൽ 10-15 തൊഴിലാളികൾ ജോലി ചെയ്യണ്. ഓന് ബെച്ചടി കേറ്റോണെന്നൊക്കെയല്ലേ? അതെ. എന്നിട്ട് അവര് സൗദിയിൽ ഈന്തപ്പനന്റെ മേലെ കയറുന്ന പണിയല്ലേ? അതല്ലേ പറഞ്ഞത്. ചെക്കന് ബെച്ചടി കേറ്റുള്ള ഉയർന്ന ഉദ്യോഗമാണ്. പനയമേക്കുന്നത് എങ്ങനെയാണിക്കാ? ബെച്ചടി വെച്ചല്ലേ അത് ഉയർന്ന പനയമേലി. അപ്പൊ ഓന്റെ കീഴിൽ 10-15 തൊഴിലാളികളുണ്ടെന്ന് പറഞ്ഞതാ? ഉണ്ടല്ല. അവൻ മോളിൽ നീന്തപ്പഴം പറിച്ച് താഴേക്ക് ഇടുമ്പോ അത് പെറുക്കി അല്ല അത് പെറുക്കിയെടുക്കാൻ താഴെ മിനിമം 15 പേരെങ്കിലും കാണും. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അതുപോലത്തെ കേസ് വല്ലതാണ് ഈ നമ്മുടെ മോള് ലൈലാക്ക് കൊണ്ടുവന്നേക്കണത്? അതൊന്നും നല്ല കേസൊന്നും ഇല്ലാഞ്ഞിട്ട് കൊണ്ടുവന്നല്ലേ. അതുപോലെ ഇത് നോക്കിയില്ലേ കേസാവോ? ആ കേസല്ല ഈ കേസ്. ഈ കേസ് എന്ന് പറഞ്ഞാല് പുറപ്പെട്ട അബുദാബിയിൽ നിന്നും പൊന്തിയ പല്ലുള്ള മാരനവൻ, നല്ല പഴുതാരം മീശയുള്ളവന, എന്തൊരു സിമ്പളന, ഇട്ടമുള്ള മാംസപേശികള, പഴം പോലെ ഞെങ്ങുമത് ഞമ്മ, ഒരു ജാതി മാട്ടസ്വരം, ജടകെട്ടിയ മുടിയൊന്ന് ചീകി മിനിക്കാൽ എന്തൊരു സിമ്പളന. ആമിനോയ് ഒന്ന് വെക്കം വന്നേടി. ആമിനോയ് ഒടുക്കത്തെ ഒറ്റ വച്ച് സുഖിച്ചുള്ളെന്റെ ഉറക്കത്തെ നശിപ്പിച്ച കെട്ടിയോനെ, എന്റെ വീട്ടിൽ വന്ന് പറ്റിക്കോടി പപ്പാനെയും പറ്റിച്ചിട്ട് എന്നെ കൊണ്ട് കടന്നോനെ, കുട്ടിയാന ഷേപ്പുള്ള കെട്ടിയോനെ. എടാ പോക്കരെ, നമ്മൾ ഓളെ കെട്ടുമ്പോ ആനയായിരുന്നു. അപ്പൊ ഇക്ക തടി പിടിക്കാൻ പോയിട്ടുണ്ടാ? എടോ പന്നെ, അന്നെ ആരാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? കെട്ടിയെടുത്തതല്ല, കെട്ടിച്ച് വിടാൻ വന്നതല്ലേ. ഇതാ ഞാൻ നല്ലൊരു ചെക്കന്റെ ആലോചനയായിട്ടാണ് വന്നത്. അയ്യോ, എനിക്ക് 100 വട്ടം സമ്മതം. പക്ഷേ ഈ ബീരാനിക്ക ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. ഇത്ര മോളിലായില്ലാക്ക. എന്റെ റബ്ബേ, നമ്മളെ വെറുതെ ആശിപ്പിച്ചു. പുലിയാപ്പിള എങ്ങനെയുണ്ട്? നല്ല തറവാട്ടുകാരാണോ? തറവാട്ടുകാരാണോന്ന് ചെക്കന്റെ തറവാട്ട് മഹിമയെ കുറിച്ച് പറഞ്ഞാലേ നല്ല പൊട്ട തറവാട്, നല്ല പൊട്ട തറവാട്, മൂത്താപ്പാക്ക് ഭ്രാന്ത്, ചെക്കനെ വെറും ഒരു പെട്ടക്ക്, കത്തിക്കുത്തും തമ്മിത്തല്ലും പാരവപ്പ് പറ്റിക്കല്ലും നടത്തുന്ന തനി തറഹാമുക്ക്. നല്ല പൊട്ട തറവാട്, മൂത്താപ്പാക്ക് ഭ്രാന്ത്, ചെക്കനെ വെറും ഒരു പെട്ടക്ക്, കത്തിക്കുത്തും തമ്മിത്തല്ലും പാരവപ്പ് പറ്റിക്കല്ലും നടത്തുന്ന തനി തറഹാമുക്ക്. കേൾക്കടിയേ കേൾക്കടിയേ ലൈല ലൈല മോളെ ലൈല കേൾക്കടിയേ. നമ്മ സ്ത്രീധനം എന്ത് കൊടുക്കൂന്ന് പറയണം. സ്ത്രീധനോ? കൊല്ല കൊല്ല തേങ്ങാ കൊല്ല, കൊല്ല 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 തേങ്ങാ കൊല്ല, കൊല്ല കൊല്ല തേങ്ങാ കൊല്ല, കൊല്ല കൊല്ല വലിയ ഒരു തേങ്ങാ കൊല്ല. അത് കൊള്ളാം. ഇതെന്ത് മര്യാദയാണ്? സ്ത്രീധനം ചോദിച്ചപ്പോ ചീത്ത പറയണം. അയ്യോ, ചീത്ത പറഞ്ഞതല്ല. പെണ്ണിന്റെ പേരിൽ ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കരക്കാരുടെ 10 സെന്റ് തെങ്ങും തോപ്പാണ്. അത് കവിഭാവനയിൽ വീരാനിക്ക വർണ്ണിച്ചതാ. ചില ക്രിട്ടിക്കൽ സ്റ്റേജിൽ എന്നിലെ കവി താനെ പുറത്തേക്ക് ഇറങ്ങി വരാറുണ്ട്. അതെ അതെ, ക്രിട്ടിക്കൽ സ്ഥാനത്തിട്ട് 2 താങ്ങ് കിട്ടുമ്പോ കവി താൻ അകത്തേക്ക് പൊക്കോളും. പിന്നെ ശ്രീധരൻ കൊല വേണ്ട ചെക്കന് കാശായിട്ട് മതിയെങ്കിൽ 1 ലക്ഷം ഉറുപ്പ്യ നമ്മൾ തരാം. 1 ലക്ഷോ? ശരിയാവൂല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറയണത്? ഈ കല്യാണം നടക്കണമെങ്കിൽ ഇത്ത തന്നെ ഇക്കാനോട് പറ, ഒന്ന് കൂട്ടിത്തരാൻ. എന്താണ് ഹിമാറെ നീ പറഞ്ഞത്? സ്ത്രീധനം 1 ലക്ഷത്തിന്റെ കൂടെ 1 ലക്ഷം കൂടി കൂട്ടിത്തരാനാ ഞാൻ പറഞ്ഞത്. വെറുതെ എല്ലാ കാരണന്മാരും പറയണത്. കൂട്ടി വാങ്ങാനും കൂട്ടി കൊടുക്കാനും പാടില്ല. അതെ മിസ്റ്റർ ബ്രോക്കർ അങ്കിൾ. അങ്കിളാ? മലയാളത്തിൽ വിളി മോളെ. മാമാ. അത് കൊള്ളാം. അല്ലോ അത് വേണ്ട, ഇംഗ്ലീഷിലാ ഹിന്ദിയിലാ വിളിച്ചോ. എങ്കിൽ ഇംഗ്ലീഷ് മാമ. ഒരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് എന്റെ ചെക്കൻ പരമസുന്ദരനായിരിക്കണം. അതായത് എന്നെ പോലെ. അയ്യേ, ഈ ചെക്കൻ എങ്ങനെ ഇരിക്കും? ഈ ചെക്കൻ കസേരയിലിരിക്കും, കുന്തക്കാരയിലിരിക്കും, പിന്നെ വല്ലപ്പോഴും ഒക്കെ ബാറിൽ പോയിരിക്കും. ഇത് കാണും ചെക്കന്റെ ഫോട്ടോ. മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ തന്നെ വന്നതാണ്. ആണി രോഗം സുഖപ്പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ.
എനിക്കൊന്നും വേണ്ട ഈ ചെക്കന്. ഇമ്മൻ എന്താടി ഒരു കുഴപ്പം? ചിക്കനെല്ലും തോലും അല്ലേ, വലിയ പൊങ്ങിയ കോന്ത്രപ്പല്ലല്ലേ, ഒമ്പനാനയുടെ നിറമുള്ള അഴകുള്ള മണിമാരനല്ലേ മോളെ ലൈലേ. 1-5 കൊല്ലം കിടന്നു പഠിച്ചവനല്ലേ ചെക്കൻ മജ്നു. അവനുണ്ട് സ്വൽപ്പം വട്ട്, ചെവിക്കുണ്ടൊരൽപ്പം പൊട്ട്, ഇടത്തെ കാലിനിഞ്ഞുണ്ടാണ്. ഹായ് 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 ഹായ്. വലത്തെ കാലിൽ എന്താണ്? മന്താണ്. അവന് നീ കെട്ടിയാലെന്താണ് എന്താണ്? എന്നാ പിന്നെ ഇനി ഒന്നും ആലോചിക്കാനില്ല. ചെക്കനോടും കൂട്ടരോടും വന്ന് എന്നെ കാണാൻ പറ. അല്ല, മോളെ കാണാൻ പറ. ഈയിടെയായിട്ട് എനിക്ക് അങ്ങനെയാണ്. എന്നെ മോളെയും തമ്മി മാറിപ്പോവും. അവസാനം മാറിപ്പോകാതിരുന്നാ മതി. നിന്ന് നേരങ്ങളെ അത് അവരോട് വന്ന് കാണാൻ പറ. അങ്ങനെ ആവശ്യമില്ലാത്തടത്ത് വലിഞ്ഞേറി വരുന്നവനല്ല ചക്കൻ. അവൻ നല്ല അന്തസ്സായിട്ട് വാതിക്കൽ ഒളിഞ്ഞു നോക്കിയിപ്പുണ്ട്. ഏതെങ്കിലും പെണ്ണുങ്ങൾ കൈകാലി കാണിച്ചാലേ അവൻ കയറി വരുള്ളൂ. അന്തസ്സുള്ള ഫാമിലിയാണേ, ഡീസന്റ് ഫാമിലി. എന്നാ പിന്നെ ഹംക്കിനോട് വരാൻ പറ. ആമിന, ഈ പെണ്ണിനെ പോയി കുളിപ്പിച്ച് മെനയാക്കി എടുക്ക്. എന്താ കുളിപ്പിക്കാനാ? ശീലമില്ലാത്തതൊക്കെ ചെയ്തു വെച്ചിട്ട് വേണം പിന്നെ പെണ്ണിന് പനിയും ജലദോഷവും പിടിക്കാൻ. നിങ്ങളൊന്ന് പോ മനുഷ്യനെ. അബുദാബി നടിപൊളി മണവാളൻ ഇത പെണ്ണിനെ കാണാൻ വരുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ കെട്ടിക്കൊണ്ട് പോകാനായി നേരെ ഫ്ലൈറ്റിന് ഇറങ്ങിയുള്ള വരവാണേ. അബുദാബി നടിപൊളി മണവാളൻ ഇത പെണ്ണിനെ കാണാൻ വരുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ കെട്ടിക്കൊണ്ട് പോകാനായി നേരെ ഫ്ലൈറ്റിന് ഇറങ്ങിയുള്ള വരവാണേ. ആ ബാബാ, എല്ലാരും വന്ന കാലിൽ നിൽക്കാതെ എവിടെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്ക്. ഓ, ഒന്നും പറയണ്ട. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ചെക്കനെ ഇവിടെ എത്തിക്കാൻ പെട്ട ഒരു പാട്. എന്തു പറ്റി? ചെക്കനെ ചുമന്നോണ്ടാണോ വന്നത്? അതല്ലെന്ന്, സിനിമക്കാര് മൊത്തം ചെക്കൻ അങ്ങോട്ട് വളയല്ലേ. അതെന്താ, അവർക്കൊക്കെ കായ കൊടുക്കാനുണ്ടാ? ഏയ്, എല്ലാവർക്കും ഇവനെ തന്നെ നായകനാകണം. ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാവരും പറയും ഷാറൂഖ് ഖാൻ എന്നെ ഇരട്ട പറ്റതാണെന്ന്. ഷാരൂഖ് ഖാനെ കണ്ടാ പറയില്ല, പക്ഷെങ്കിൽ നിന്നെ കണ്ടാ പറയും എന്ത്? ഏതോ പരട്ട പറ്റതാണെന്ന്. മിസ്റ്റർ ബ്രോക്കർ, ആരാണ് ഈ ആൾഡ് മാൻ? പെണ്ണിന്റെ ബാപ്പയാ. ഹായ്ഡാ. അതെന്താ മോനെ ബാപ്പാനെ കയറി എടാന്ന് വിളിക്കണത്? ഞങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചവരൊക്കെ അങ്ങനെയാണ്. ആണുങ്ങളെ ഡാന്നും പെണ്ണുങ്ങളെ ഡീനെ വിളിക്കൂ. അപ്പൊ ആണും പെണ്ണും കെട്ടവനെ ഡാഡീന്ന് വിളിക്കൂ. അപ്പൊ ഈ കൂടെ ഉള്ളവരോ? കൂടാടികള്. എന്നാ പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ശരിയാ, തിന്നാൻ വേഗം എടുത്തു വെക്ക്. ചെക്കന് കുടിക്കാൻ എന്താ വേണ്ടത്? ചായയോ ഹാപ്പിയോ? അയ്യോ, ചായയും കാപ്പിയും കുടിക്കുന്ന ശീലമൊന്നും എനിക്കില്ല. എനിക്ക് എന്റെ കാശ് കിട്ടിയാൽ മതി. പുറത്തേക്ക് കാപ്പിയും ചായയും കുടിക്കാനാണ്. പിയാപ്പിളന്റെ നല്ല വെറൈറ്റി സ്വഭാവം. അത് മാത്രമല്ല, ഇവന്റെ ഹോബീസ് എന്തൊക്കെയാണെന്നറിയാമോ? സൂര്യനുദിച്ചത് ഉച്ചിയിലെത്തുമ്പോ ഉണരണതാണെനിക്കിഷ്ടം. കഷ്ടം. ചായ എന്നെഴുതിയതിൻ ഇടയിൽ രാജേർത്താൽ അത് മോന്തണതാണെനിക്കിഷ്ടം. ചെക്കൻ കവിയാ. ശബി. പല്ല് തേപ്പും കുളിയും പോലൊരു സംഭവം ഒരുപാടു നാളുകൾക്കിടയിൽ ഞാൻ ഇന്നലെ ചെയ്യാൻ ശ്രമിച്ചത് സത്യം. കോൾഡ് പിടിച്ചു കിടന്നത് മിച്ചം. ഇനി മേലിൽ ചെയ്യില്ല സത്യം. ചെക്കന്റെ സ്വഭാവം വെച്ച് നോക്കിയാ പെണ്ണിനേക്കാൾ മാച്ച് പെണ്ണിന്റെ തള്ളക്കാണെന്നാ തോന്നുന്നു. ഓ, എനിക്കങ്ങനെ അകംഭാവം ഒന്നുമില്ല. പെണ്ണ് ഏതായാലും ശ്രീധരൻ നന്നായാ മതി. എന്നാ പിന്നെ നേരം കളയണ്ട, പെണ്ണിനെ വിളിക്കാം. മോളെ ഐല, ഏ മോളെ ലൈല.